അപ്പൊ അലിൻ ജോസ് പേര് കഴിഞ്ഞ മാസം ഒരുപാട് കല്യാണ പരിപാടികളിലൊക്കെ കണ്ടായിരുന്നു. ഈ മാസത്തിൽ അധികം ഒന്നും കണ്ടില്ല. എന്താണ് നിർത്തിയ പരിപാടി? ഈ മാസം നമ്മള് കുറച്ചൊക്കെ ഒതുങ്ങി നമ്മള് കുറച്ച് ന്യൂസിലൊക്കെ വന്ന് നിൽക്കുന്നു. അത് ഏത് ടൈപ്പ് ന്യൂസ് ആണെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് ന്യൂസ് ആണ്. തകർക്കാനും നോക്കുന്നുണ്ട്. തകർക്കാനല്ല, ന്യൂസ് വരുന്നത് നമ്മൾക്ക് സപ്പോർട്ടായിട്ടുള്ള ന്യൂസാണ്. വലിയ വലിയ ഷോകളിലൊക്കെ ഞാൻ വരുന്നൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഏത് ഷോ എന്ന് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ജൂലൈ പകുതിയോടെ എന്തായാലും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ചിലപ്പോ കിട്ടുമായിരിക്കും. നല്ലൊരു പ്രോഗ്രാം. ജൂലൈ ലാസ്റ്റോടെ നമ്മുടെ ഈ സുന്ദരക്കുട്ടൻ നമ്മളുടെ അടുത്ത് നിന്ന് ഉണ്ടാവില്ല ഒരു 3 മാസത്തേക്ക് അല്ലേ? അറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഉള്ള ഒരു വിളി വന്നപ്പോ എന്തായാലും പോണമല്ലോ. പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. നമുക്ക് ജൂലൈ 15 തീയതി വരെ ഇടക്കിടക്ക് പോകും. അതിനിടക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ഫുൾ മൂവി 1 മണിക്കൂറിന്റെ ചെയ്യണം. പിന്നെ ഒരു ഷോർട്ട് ഫിലിമും ചെയ്യണം പോലീസ് വേഷത്തിൽ. പിന്നെ ഒരു അമ്മയെന്നാട്ടം എന്നൊരു ഷോർട്ട് മൂവി. അമ്മയെന്നാട്ടം പോലീസുകാരന്റെ ഇടിമിന്നലും ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച ചെയ്യണം. അത് 1-2 ദിവസം ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഈ 1 മണിക്കൂറിന്റെ ഒരു മൂവി ചെയ്യുന്നത്. അത് പല 13 ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ക്ഷണിക്കപ്പെടുന്ന ചിലപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ ഷെഡ്യൂളിലേക്ക് വരുന്നത്, പിന്നീട് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിലൊരു 13 ദിവസത്തെ ഷൂട്ടിൽ 6 ഷെഡ്യൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പെരേരയുടെ. കാരണം ചിലപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 ദിവസം ഷൂട്ട് ചെയ്യും. ബാക്കി ചിലപ്പോൾ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയായിരിക്കും. കാരണം ഇതൊരു നമുക്കൊരു ഡിസംബർ ക്രിസ്മസ് കൊള്ളിച്ചായിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ചിലപ്പോ ഷെഡ്യൂളിങ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. ഞാൻ പറയട്ടെ, ഷെഡ്യൂളിങ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന 13 ദിവസം ജൂലൈയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഓണം കൊള്ളിച്ച് റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. കാരണം ഓഗസ്റ്റില് വലിയ ഇതില്ല. ഓണത്തിന് ആൾക്കാർ വീട്ടിലിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. വേറൊരു കേസ് ഞാൻ പറയാം. നമ്മളുടെ പടം ഈ ഓണത്തിന് ക്രിസ്മസിന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് മൂവികൾ ഒരുപാട് പൊളിഞ്ഞു പോകും. കാര്യം നമ്മുടെ പടത്തിനായിരിക്കും ആൾക്കാർ കയറുന്നത്. കാരണം നമ്മുടെ ഒരു വീഡിയോ കിട്ടിയ 1 മില്യനാ. അപ്പൊ അതുകൊണ്ട് ഓണത്തിനും ക്രിസ്മസിനും നമ്മളുടെ പടം ഇറക്കി കഴിഞ്ഞാൽ അത് എതിരെ ഇറങ്ങുന്ന സിനിമാക്കാർക്ക് അതൊരു അടിയായിപ്പോ. അതുകൊണ്ട് നമ്മൾ ഓണത്തിന്റെ തലേന്ന് ഇറക്കിയാൽ മതി. ഓണത്തിന് മുമ്പ് ഇറക്കണായിരിക്കും നല്ലത്. കാര്യം ബിഗ് ബഡ്ജറ്റ് മൂവികൾ ഒരുപാട് വരാണ്ട്. അപ്പൊ അവർക്കൊരു അടിയായിരിക്കും നമ്മുടെ സിനിമ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിപ്പോ ഓണം റിലീസിന് തിയേറ്ററിൽ വരുന്ന സിനിമകൾക്ക് മുന്നേ, ഒരു ദിവസം മുന്നേ നമുക്ക് നമ്മളെ പടം റിലീസ് എന്തായാലും ഉണ്ടാവും. ഷെഡ്യൂളിംഗ് കറക്റ്റ് ആണ്. ഇപ്പോൾ ജൂലൈയിലെ ഷെഡ്യൂളിങ്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു 20 തീയതി വരെ എനിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഗസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് എനിക്ക് വലിയ ഷോയിലൊക്കെ പോണതുകൊണ്ട് എന്തായാലും ഒരു ഒക്ടോബറിലേക്ക് ഷൂട്ട്. എന്തായാലും ഓണം ക്രിസ്മസിന് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഷെഡ്യൂളിങ്സ് കറക്റ്റ് ആയാൽ എന്തായാലും ഓണത്തിന് ഇറക്കും, അല്ലെങ്കിൽ ക്രിസ്മസിനാവും. നിങ്ങളുടെ പ്രൊമോഷണൽ റേറ്റ് എങ്ങനെയാണല്ലോ അതൊന്ന് പറയാമോ? പ്രൊമോഷൻ റേറ്റ് എന്ന് വെച്ചാൽ എന്നെ 10K ഒക്കെ കൊടുത്താണ് എന്നെ വിളിക്കുന്നത് ഓരോരുത്തർ. ഇപ്പോൾ ഹോട്ടലായാലും മറ്റേ അത് ചെയ്തായിരുന്നു. അത് വലിയ പൈസ ഒന്നും മേടിച്ചില്ല. കാര്യം ഒരു പാവ അമ്മച്ചിയുടെ ഒരു ഹോട്ടലാണ്. നല്ല ഫുഡൊക്കെ രുചി ഹോട്ടല്. അപ്പൊ അത് നമ്മളെ കൊണ്ട് ഇന്ന് വീട്ടിൽ നിന്നപ്പോഴാണ് ഒരു ഹോട്ടലിന്റെ അഡ്വാൻസ് കിട്ടി. അതിന്റെ വീഡിയോ ഫുൾ ആയിട്ടില്ല. 2000 രൂപ അഡ്വാൻസ് കിട്ടിയത്. 1500 പുള്ളിക്ക് 500 ടിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ടിപ്പ് കൊടുക്കുമല്ലോ. കാരണം പുള്ളി വണ്ടി ഓടിക്കണ്ടല്ല. കാരണം പുള്ളി വെറുതെ കൊടുക്കുന്നില്ല അല്ലേ? നീ ബൈക്ക് ഓടിക്കുന്നുണ്ട് അല്ലേ? ബൈക്ക് ഓടിക്കുമ്പോൾ നിനക്ക് ആരോഗ്യം, പെട്രോൾ ഓടിക്കുന്നുണ്ട്, ആരോഗ്യം പോകില്ല. ബൈക്ക് ഓടിക്കുമ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്, ആരോഗ്യം പോവോ? ആരോഗ്യം നഷ്ടപ്പെടില്ല. അല്ല, ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ഇത് വേണമല്ലോ. ഇല്ല, എന്ത് ജോലിക്കായാലും ആ ഒരു പേയ്മെന്റ് ഉണ്ടല്ലോ. താങ്കൾ മേടിക്കുന്നുണ്ട് പേയ്മെന്റ്. കാരണം എടുത്ത് എനിക്കിപ്പോ 10K ആണ്. ഇപ്പൊ 2K അഡ്വാൻസ് വന്നു. വേറെ അഡ്വാൻസ് തന്നെയല്ല. അഡ്വാൻസ് വന്നാലേ ഓരോ വർക്കിലേക്കും ചെയ്യാൻ പറ്റുള്ളൂ. 10,000 വെച്ചാണ് മേടിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ ഈ സാധാരണക്കാരുടെ തട്ടുകട അങ്ങനത്തെ കടകളിലെ അവര് 10K ഒന്നും തരണ്ട കേട്ടോ. അവര് ഫ്രീ ആയിട്ടല്ല, അവർക്കൊണ്ട് ഒരു 2000 1000 അങ്ങനെ വല്ലതൊക്കെ തന്നാൽ മതി. കാര്യം എന്താന്ന് വെച്ചാൽ പറയട്ടെ, കഴിഞ്ഞ ദിവസം നീ മേടിച്ച 3000 അല്ലേ? ഞാൻ പറയട്ടെ അങ്ങോട്ട്. അതേപോലെ അത് നമ്മൾ ചോദിച്ച് മേടിക്കരുത്. അവർ മനസ്സറിഞ്ഞ് തന്നെ. കാരണം വലിയ കച്ചവടം ഇല്ലാത്ത കടകളാണ്, മനസ്സിലായി. അതും കൂടി നമ്മൾ മനുഷ്യത്വം എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ വേണം. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ എനിക്ക് 20,000 കിട്ടിയേ പോകുള്ളൂ, അങ്ങനെ ഏതിനെ വീട്ടിലിരിക്കുള്ളൂ. നമുക്ക് തരുന്ന എമൗണ്ട് മേടിക്കുക,
അതാണ് ചെയ്യേണ്ടത്. കാര്യം സ്റ്റാർ ഹോട്ടൽ വളർന്ന് വരുമ്പോ തന്നെ വെട്ടിക്കളയരുത്, വളരട്ടെ. ആദ്യം സ്റ്റാർ ഹോട്ടലുകാർ നമുക്ക് 20,000 10,000 തരാറുണ്ട്. പിന്നെ അതിൽ താഴത്തുള്ള ആൾക്കാർ 5,000 3,000 ഒക്കെ തരാറുമ്പോൾ നമ്മൾ ചെയ്യും. ഈ ചോദിക്കുന്ന വലിയ എമൗണ്ടുകളാ, അതാണ് നിന്നെ വിളിക്കാത്ത. 3,000 രൂപ 5,000 രൂപ വരെ ചെയ്യാറുണ്ട് ചില സമയത്ത്. അടുത്താണെങ്കിൽ ദൂരക്കുറവാണെങ്കിൽ എറണാകുളം ജില്ലക്ക് ആണെങ്കിൽ നമുക്ക് ആ 3 രൂപ 5 രൂപ റേഞ്ച് ചെയ്യാം. നമ്മൾ ചോദിക്കാതെ ഒരാൾ തരുന്നത്. നമ്മളൊരു തൃശ്ശൂർ നമുക്കൊരു രാവിലെ 10 മണിക്ക് എത്തണം. ഇങ്ങനെ പോകും നമ്മൾ, ബൈക്കിന് പോകാൻ പറ്റുമോ? മനസ്സിലായ? തൃശ്ശൂർ എത്തണം. അപ്പോൾ തൃശ്ശൂർ പോകുമ്പോൾ എന്ത് സേഫ്റ്റി വേണ്ടേ? അപ്പോൾ നമുക്ക് കാറിന് പോകണം. അപ്പോൾ കാറിന് നമ്മൾ 3,000 രൂപ എണ്ണ അടിക്കണം. മനസ്സിലായ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? മനസ്സിലായ? 3,000 രൂപ എണ്ണ അടിക്കണം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ ചാർജും കൂട്ടിയാണ് 3,000 വരും. അല്ല 3,000 മാക്സിമം കൂട്ട്. നമ്മൾ കൂട്ടുകാരാണെങ്കിൽ 3,000 രൂപ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ വരെ പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരു 15,000 രൂപ വേണം. അപ്പോൾ അവർ 20,000 പറയുമ്പോൾ നമ്മൾ 15,000-ന് ഓക്കെ പറയും. നമ്മൾ 20,000 ചോദിക്കും, അവർ 15,000 13,000 രൂപക്ക് അത് സെറ്റ് ചെയ്യും. നമ്മൾ പോയി ചെയ്യും. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ ചെറിയ ചെറിയ തട്ടുകട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. കാര്യം വലിയ പൈസ ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യും. വിളിക്കാറുണ്ടല്ലേ? ഇപ്പൊ വിളിക്കാറുണ്ട്. ഇപ്പൊ 2-3 നിനക്ക് ചെറുപ്പം വലുപ്പമൊന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ കാണും. എല്ലാവരെയും അല്ല, ഇതേപോലത്തെ തട്ടുകട പോലത്തെ കടകളുണ്ട്. അതായത് ഷീറ്റൊക്കെ വലിച്ച് കെട്ടി നല്ല രുചിയുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കടകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളും അവർ താഴ്ന്ന രീതിയിൽ നിന്ന് വന്ന ആൾക്കാർ. അപ്പോൾ അത് വന്ന വഴി മറക്കരുത്, അത് ഓർക്കുക.